സാലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വഴുതനങ്ങ മുറിച്ച് വെച്ചിരിക്കുന്നു, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റവ, 1 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, 2 കറിവേപ്പില തണ്ടുകൾ. ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഈ ചേരുവകൾ ചേർത്ത് ഈ വഴുതനങ്ങ പുരട്ടി വെക്കാൻ പോവുകയാണ്. മുളക് പൊടി ചേർക്കുന്നു, ഉപ്പ്, മഞ്ഞൾ പൊടി, റവ, കോൺഫ്ലോർ. ഇനി നമുക്ക് ഇത് അല്പം വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഈ വഴുതനങ്ങ ഇട്ട് ഇത് പുരട്ടി വെക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഈ വഴുതനങ്ങ എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതെല്ലാം ശരിക്ക് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ മസാല പുരട്ടി വെച്ചിപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഞാൻ ഇത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ പാനിലേക്ക് ഞാൻ ഈ എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ എടുത്ത് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി എല്ലായിടത്തും ഇട്ട് ഈ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പം ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഞാനിതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് സമയം കൂടി അടച്ചു വെക്കാം. അപ്പോൾ ഈ ഉള്ളിയുടെയും നമ്മുടെ കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ ഇതിൽ പിടിക്കും. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ തന്നെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് തുറന്നു വെക്കാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് എന്നിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.